മറുനാടൻ മലയാളി അവാർഡിന് അർഹനായിട്ട് ശ്രീ രാജീവ് ജോസഫ് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അസാധാരണമായ നേട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. രാജീവ് ജോസഫ് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആളാണ്. 10-25 വർഷമായി. മാത്രമല്ല KPCC ജനറൽ സെക്രട്ടറി സജി ജോസഫിൻ്റെ ബ്രദറാണ്. അവിടുത്തെ ഡൽഹിയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സ്വന്തമായ ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് വളരെ വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാവുന്നതാണ്. ഒരു നല്ല മറുനാടൻ മലയാളി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി ആറന്മുളയിലെ വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾക്കൊടുവിൽ ആ പദ്ധതി നടപ്പിലാകില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരു ജനകീയ വിമാനത്താവള പദ്ധതിക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ എയർപോർട്ട് കൺസൾട്ടൻസിയായ എയ്കോം എന്ന വിമാനത്താവള കൺസൾട്ടൻസിയുമായി ചർച്ച ചെയ്ത് സർവേ ചെയ്ത് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും നല്ല വിമാനത്താവളത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ, പരിസ്ഥിതിക്കും പൈതൃകത്തിനും യാതൊരു തരത്തിലുള്ള കോട്ടം തട്ടാത്ത രീതിയിൽ പുതിയൊരു ജനകീയ എയർപോർട്ട് പദ്ധതി മധ്യ തിരുവിതാംകൂറിൽ കൊണ്ടുവരിക എന്നുള്ള പ്രവർത്തനമായി കഴിഞ്ഞ 1.25 വർഷമായി ഞാൻ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിക്ക എന്നെ ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു അവാർഡ് കിട്ടിയാൽ ഇത് വലിയ അവാർഡുകളുടെ തുടക്കമാണ്. കുഞ്ഞിൻ്റെ അവാർഡ് കുഞ്ഞവാർഡാണ്, പക്ഷെ അത് വലിയ അവാർഡാണ്. പ്രിയപ്പെട്ട രാജീവ് ജോസഫ് ഉണ്ട്. അദ്ദേഹം മറുനാടൻ മലയാളി അവാർഡിനാണ് അർഹനായിരിക്കുന്നത്. ദേശത്ത് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, പിന്നെ സോഷ്യോ കൾച്ചറൽ ഫീൽഡിൽ അദ്ദേഹം ഡൽഹിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ശ്രീ രാജീവ് ജോസഫ്, ഞാൻ അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു അവാർഡ് ഞാൻ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് കൊടുത്ത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും അംഗീകാരം ലഭ്യമാവുമ്പോൾ മറുനാടൻ മലയാളി അവാർഡ് അദ്ദേഹത്തിന് ലഭ്യമാവുന്നു. രാജീവ് ജോസഫിനെ അനുമോദിക്കണം. ആരെയൊക്കെയാണ് വേണ്ടതിനെ കുറിച്ചുള്ളൊരു അന്വേഷണം ഉണ്ട്. അതാണ് ഇവിടെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത്. ആ അന്വേഷണമാണ് ടോർച്ചറിയായി രൂപാന്തരപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെയും വിവിധ മേഖലകളിലെ 6 പ്രതിഭകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവർ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്.